നമസ്കാരം. KSRTC ബസ്സിലെ ആ CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചതുകൊണ്ട് താൽക്കാലിക ഡ്രൈവർ യദുവിന് എന്താണ് നേട്ടം? പ്രത്യേകിച്ച് ഒരു നേട്ടവുമില്ല എന്നാണ് സൂചന. ബസ്സിനുള്ളിൽ കയറി ആരെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ കുടുങ്ങുന്ന CCTV സംവിധാനമായിരുന്നു ആ ബസ്സിലേത്. ഡ്രൈവറുടെ ചലനങ്ങളും കൈകാട്ടലുകളും ഒന്നും ആ CCTVയിൽ പതിയില്ല. എന്നാൽ ആ ദൃശ്യങ്ങൾ കിട്ടിയിരുന്നു എങ്കിൽ MLA ബസ്സിൽ കയറിയോ എന്ന് വ്യക്തമാകുമായിരുന്നു. CCTV മെമ്മറി കാർഡ് നശിപ്പിച്ചതിലൂടെ നഷ്ടമാകുന്നത് ഇതുറപ്പിക്കാനുള്ള തെളിവാണ്. ബസ്സിൽ CCTV സ്ഥാപിച്ചവരുടെ വാക്കുകൾക്കിടയിൽ ആ സത്യം ഒളിച്ചിരിപ്പുണ്ട്. മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവർ യദുവും തമ്മിലുണ്ടായ തർക്കത്തിന് പിന്നാലെ ഡ്രൈവർ യദു അശ്ലീല ആംഗ്യം കാണിച്ചു എന്ന ആരോപണവുമായി മേയർ രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇതിന് തെളിവാകേണ്ട CCTV ദൃശ്യങ്ങൾ പോലീസിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല. MLA അടക്കം ബസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഏക തെളിവും ഈ മെമ്മറി കാർഡിൽ ഉണ്ടാകും. എന്നാൽ ഇപ്പോൾ ഈ ബസ്സിലുണ്ടായിരുന്ന ക്യാമറകളെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. ബസ്സിൽ 3 CCTV ക്യാമറകൾ അടക്കമുള്ള സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് MM അസോസിയേറ്റ്സ് എന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് നൌഷാദിന്റെ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നതാണ്. 3 ക്യാമറകളിൽ ഒന്ന് ബസ്സിന്റെ മുൻഭാഗത്തായി റോഡിന്റെ ദൃശ്യം കാണാവുന്ന തരത്തിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ക്യാമറ ഡ്രൈവർ ഇരിക്കുന്നതിന് പുറകിലുമാണ്. യാത്രക്കാരെയും ഫുട്ബോർഡും കാണുന്ന രീതിയിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. മൂന്നാമത്തേത് വാഹനത്തിന്റെ പുറകുവശത്താണ് ഉള്ളത്. ഈ 3 ക്യാമറകളിൽ ഒന്നിൽ പോലും ഡ്രൈവറെ ഒരിക്കൽ പോലും കാണുവാൻ സാധിക്കില്ല എന്നാണ് മറുനാടനോട് മുഹമ്മദ് നിഷാദ് പറഞ്ഞത്. സാങ്കേതികമായി ഏറെ മുന്നിൽ നിൽക്കുന്ന ക്യാമറയല്ല ഈ ബസ്സിലുള്ളത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. അതായത് ഡ്രൈവർ എന്ത് ചെയ്താലും ഈ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കില്ല എന്ന് സാരം. ഡ്രൈവർ ക്യാബിനിലാണ് ക്യാമറ ഉള്ളതെങ്കിലും പൂർണ്ണമായി ബസ്സിന് പുറത്തുള്ള ദൃശ്യങ്ങൾ മാത്രമേ മുമ്പിലുള്ള ക്യാമറയിൽ പതിയുകയുള്ളൂ എന്നാണ് ഈ വെളിപ്പെടുത്തൽ പറഞ്ഞു വയ്ക്കുന്നത്. അതായത് യദുവിനെ കൊടുക്കുന്നതൊന്നും കിട്ടില്ല. എന്നാൽ MLA ബസ്സിൽ കയറിയെന്ന യദുവിൻ്റെ വാദം ശരിയാണോ എന്ന് ഈ മെമ്മറി കാർഡിലൂടെ അറിയാമായിരുന്നു. നേരത്തെ താൻ ഈ കാർഡ് എടുത്തിട്ടില്ല എന്ന് യദു മറുനാടനോട് വ്യക്തമാക്കിയിരുന്നു. മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ നിർണായക തെളിവായ മെമ്മറി കാർഡ് ഇനിയും കണ്ടെത്താനാകാതെ പോലീസ് വലയുകയാണ്. മൊഴികളിൽ വൈരുദ്ധ്യം ഉള്ളതിനാൽ ഡ്രൈവർ യദുവിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു. യദുവിനെയും കണ്ടക്ടർ സുബിനെയും തമ്പാനൂർ സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജിയെയും ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. തർക്കത്തിന് ശേഷം ബസ്സിൽ കയറി മെമ്മറി കാർഡ് പരിശോധിച്ചു എന്ന് യദു പറഞ്ഞ സമയങ്ങളിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. മെമ്മറി കാർഡ് കാണാതായതിൽ കഴിഞ്ഞ ദിവസം പോലീസിന്റെ നാടകീയ നീക്കങ്ങളാണ് നടന്നത്. കണ്ടക്ടർ സുബിനെ രാവിലെ വെമ്പായം കൊപ്പത്തെ വീട്ടിലെത്തി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് ചോദ്യം ചെയ്യാൻ വിളിച്ചു കൊണ്ടുവന്നു. സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജിയെ വിഴിഞ്ഞത്തെ വീട്ടിൽ നിന്ന് പുലർച്ചെ പോലീസ് എത്തി ചോദ്യം ചെയ്യാൻ കൊണ്ടുവന്നു. ഇരുവരുടെയും ചോദ്യം ചെയ്യൽ തുടരുന്നതിനിടെയാണ് ഡ്രൈവർ യദുവിനെയും പോലീസ് വാഹനത്തിൽ വീട്ടിൽ നിന്ന് കമ്മീഷണർ ഓഫീസിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ നിർണായകമായ ഒന്നും കിട്ടിയില്ല. വിവാദ സംഭവത്തിന് ശേഷം സുബിൻ ബസ്സിൽ ഡ്രൈവർ സീറ്റിനടുത്തേക്ക് പോകുന്നത് സാഫല്യം കോംപ്ലക്സിലെ CCTV ക്യാമറകളിൽ വ്യക്തമായിരുന്നു. എന്നാൽ തനിക്ക് മെമ്മറി കാർഡിനെ കുറിച്ചൊന്നും അറിയില്ല എന്നാണ് കണ്ടക്ടർ സുബിന്റെ മൊഴി. തർക്കമുണ്ടായതിന് പിന്നാലെ ബസ് തമ്പാനൂർ ടെർമിനലിൽ കൊണ്ടുവന്നപ്പോൾ ചുമതലയിൽ ഉണ്ടായിരുന്ന ആളാണ് ലാൽ സജി. ബസ്സിനടുത്തേക്ക് താൻ പോയിട്ടേയില്ല എന്നാണ് ഇയാളുടെ മൊഴി. സംഭവ ദിവസം സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ച ശേഷം ബസ്സിൽ കയറിയതിനെക്കുറിച്ച് യദു പറഞ്ഞ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇതിനിടെയാണ് ക്യാമറകളുടെ പൊസിഷനിൽ വ്യക്തത വരുന്നത്. മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽപ്പെട്ട KSRTC ഡ്രൈവർ യദുവിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. KSRTCയിലെ താൽക്കാലിക ജോലിയിൽ നിന്ന് ഇയാളെ പിരിച്ചുവിടാനും ആലോചനയുണ്ട് എന്നും റിപ്പോർട്ടുണ്ട്. സംഭവ ദിവസം തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ ഡ്രൈവിംഗിനിടെ യദു 1 മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചു എന്നൊക്കെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഡ്രൈവിംഗിനിടെ ഫോൺ ഉപയോഗിച്ച നിയമലംഘനം ചൂണ്ടിക്കാട്ടി KSRTCക്ക് റിപ്പോർട്ട് നൽകും. മോട്ടോർ വാഹന വകുപ്പിനും നൽകും. ഇതോടെ ജോലിയും ലൈസൻസും യദുവിന് നഷ്ടമാകാൻ സാധ്യത ഏറെയാണ്. മേയർക്കും MLA സച്ചിനും എതിരെ നിരന്തരം പ്രതികരിക്കുന്ന യദുവിനെ എല്ലാ അർത്ഥത്തിലും തളയ്ക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. തൃശ്ശൂരിൽ നിന്ന് യാത്ര തുടങ്ങി പാളയം എത്തുന്നതുവരെ പലതവണയായി യദു 1 മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ബസ്സിലെ CCTV ദൃശ്യം കാണാതായതിന് ഉത്തരവാദി ഡ്രൈവറാണെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോഴാണ് ഈ നീക്കം നടക്കുന്നത്. എന്നാൽ ഇടയ്ക്ക് ഫോണിൽ സംസാരിച്ചിട്ടുണ്ടാവാമെന്നും വളരെ അത്യാവശ്യമായി വീട്ടിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കേണ്ടി വരാറുണ്ടെന്നും കൃത്യമായി ഓർമ്മയില്ലെന്നുമാണ് യദുവിൻ്റെ പ്രതികരണം. 1 മണിക്കൂറൊക്കെ ഫോണിൽ സംസാരിച്ചു എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമാണോ എന്നും യദു ചോദിക്കുന്നു.